ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്കിന്ന് കുറച്ച് പുറകിലോട്ട് പോകാം. ഒരു രണ്ടായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 25 വർഷത്തെ സ്റ്റോറി ചുരുക്കി വളരെ ചെറിയ രീതിയിൽ പറയാം. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന സമയത്ത്, ഞങ്ങളുടെ പ്രോപ്പർട്ടിയിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാനതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളത് സെയിൽ ചെയ്യാൻ പോവാണ് എന്നുള്ള രീതിക്ക്. ഇപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആവുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ഇറങ്ങുന്ന ടൈമിലും സാധനങ്ങൾ മാറ്റുന്ന ടൈമിലും ഒക്കെയും വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു. അത് പിന്നെ ഞാൻ ഇടണ്ടേ, എങ്ങനെ ഇടും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അതിൽ വോയിസ് കൊടുക്കും, അങ്ങനെ 100 ചോദ്യങ്ങളായിരുന്നു എൻ്റെ തലയ്ക്കകത്ത്. കാരണം അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, കയ്യിൽ നിന്ന് പോയി എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനം പോയി എന്ന് ഉൾക്കൊണ്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് വോയിസ് കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പം നമുക്ക് അതൊക്കെ കണ്ട് ഒരു 25 വർഷത്തെ കഥയൊക്കെ കേട്ട് തിരിച്ചു വരാം. പോവാം. അപ്പം നമുക്ക് തുടങ്ങാം. ഈ പ്രോപ്പർട്ടി വരുന്നത് എൻ്റെ അമ്മയുടെ കല്യാണ സമയത്ത് ആണ് പുള്ളിക്കാരിക്ക് പ്രോപ്പർട്ടി അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും കൂടെ കൊടുക്കുന്നത്, അതായത് നമ്മുടെ കുടുംബസ്വത്ത് എന്നുള്ള രീതിക്ക് കൊടുക്കുന്നത്. എൻ്റെ അമ്മയുടെ കല്യാണം നടക്കുന്നത് 18ാമത്തെ വയസ്സിലാണ്. പുള്ളിക്കാരി അതിനുശേഷം അവിടെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഡിവോഴ്സായി. അതായത് ഞാൻ ജനിച്ച് എനിക്കൊരു 9 മാസം പ്രായമുള്ള സമയത്ത് അവർ തമ്മിൽ സെപ്പറേറ്റ് ആയി. എൻ്റെ അമ്മ ഞങ്ങൾ 3 ആളെയും കൂട്ടി, മക്കൾ 3 പെൺമക്കളെയും കൂട്ടി തിരിച്ച് അമ്മയുടെ വീട്ടിൽ വന്നു. അമ്മയുടെ വീട്ടിൽ വന്നതിന് ശേഷം അവിടെയായിരുന്നു ഞങ്ങൾ. അതിന് ശേഷം അമ്മയും അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും കൂടെയൊക്കെ ഒരു വീട് വെച്ച് ആ വീട്ടിലേക്ക് താമസം മാറി. ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ലൈഫ് പെട്ടെന്നൊന്ന് ചേഞ്ചായി. ഞങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഒരു ദിവസം വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾ 3 മക്കളെയും കൂട്ടി അമ്മ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കടയ്ക്കൽ 2 വീട്ടിലും ശല്യമുക്കിൽ ഒരു വീട്ടിലുമായിട്ട് വാടകയ്ക്ക് താമസിച്ചു. വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഒരു വീട് എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങൾക്കല്ല അമ്മയ്ക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വീട് വയ്ക്കാം എന്നുള്ളൊരു സ്റ്റേജിലോട്ടെത്തി. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് അന്ന് ഫ്രണ്ട് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വന്നപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കിട്ടാത്തത് കൊണ്ട് എൻ്റെ അമ്മ തന്നെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 15 സെൻറ്റ് എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് മേടിച്ച് ചേർക്കുകയാണ് ചെയ്തത്. ആ മേടിച്ച് ചേർത്തതിലാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ വീട് ഇരിക്കുന്നത്. അതായത് ഒരു 2008-2009 കാലത്താണ്, അതായത് എനിക്ക് 8 വയസ്സുള്ള സമയത്ത്, 8-9 വയസ്സുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ഈ 15 സെൻറ്റ് മേടിച്ചതിൽ പലതും പറഞ്ഞു, പല ആക്ഷൻസും ഉണ്ടായി. അതൊന്നും അത് മറന്നിട്ടില്ല. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടാവും, എന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുശേഷം ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ അമ്മ അവിടെ വീട് വെച്ചതിന് ശേഷം ജീവിക്കണമല്ലോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിറയെ റബ്ബറായിരുന്നു. കുറച്ച് പോർഷൻസ് ക്ലിയർ ചെയ്തിട്ട് അമ്മ അവിടെ ഒരു പശുവിൻ്റെ ഷെഡും ഒരാടിൻ്റെ ഷെഡും കോഴിയുടെ ഷെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസ്മെൻറ്റും കെട്ടിയിട്ടു. ശേഷം ഷെഡിലത്തേക്ക് ഒരു 10-15 പശുക്കളെ വാങ്ങി. ആടുകൾ പല ഇനത്തിലുള്ള, പല സൈസിലുള്ള, പലതരത്തിലുള്ള ആടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഷെഡാണ് കേട്ടോ അന്നത്തെ മിഷ്യൻ വരെ, അതായത് നമ്മൾ ഷീറ്റ് അടിക്കുന്ന മിഷ്യനൊക്കെ വെച്ചേക്കുന്ന സ്ഥലം ഇതായിരുന്നു. ഈ പ്രോപ്പർട്ടി ഫുള്ള് റബ്ബറായിരുന്നു. അതിനുശേഷം ഈ കാണുന്ന കുളവും കാര്യങ്ങളൊക്കെ കുഴിച്ചു. അങ്ങനെ അമ്മ ഷെഡും കാര്യങ്ങളൊക്കെ വെച്ച് പശുവിനെയൊക്കെ ആക്കി വീടൊക്കെ വെച്ച് 2012 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് 11 വയസ്സ്, അതായത് 2010 ഡിസംബറിലാണ് ഞങ്ങളവിടെ താമസമാവുന്നത്. ക്രിസ്മസിൻ്റെ എക്സാമിൻ്റെ സമയത്ത്, അതായത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, എൻ്റെ ക്രിസ്മസിൻ്റെ എക്സാമിൻ്റെ സമയത്ത് 2010 ഡിസംബറിലാണ് ഞങ്ങൾ ആ വീട്ടിൽ ആദ്യമായിട്ട് താമസമാവുന്നത്. ഞങ്ങൾ അമ്മയും 3 മക്കളും എന്ന് പറയുന്നൊരു സ്വർഗം ഉണ്ടാക്കിയെടുത്തത് അന്നാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് സ്വർഗമായിരുന്നു.
സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയും 3 മക്കളും. അതിനുള്ളിൽ വേറെ ആർക്കും ഒരു രീതിയിലും കടന്നു വരാൻ പറ്റാത്ത അത്ര കണക്റ്റഡായിട്ട്, അത്രത്തോളം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഞങ്ങൾ ജീവിച്ച സമയമാണ്. ആ ഇടയ്ക്ക് ചിഞ്ചേച്ചി +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കി, ജോലിയായി. കൊല്ലത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരും. അതായത് ലീവ് എടുത്ത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അന്ന് വരെ ഞങ്ങളാരും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് മുട്ടായികൾ, ഡ്രസ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു തുടങ്ങിയത്. അതായത് ഒരമ്മ ഒറ്റയ്ക്ക് വളർത്തുന്ന 3 മക്കൾക്ക് ലൈഫിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് കൂടെ പഠിക്കുന്നവരായാലും ഒറ്റപ്പെടുത്തും, റിലേറ്റീവ്സ് ആയാലും ഒറ്റപ്പെടുത്തും. ഈ ഗൾഫിൽ നിന്നൊക്കെ അച്ഛന്മാരൊക്കെ മുട്ടായി കൊണ്ടുവന്ന് തരുന്നതൊക്കെ പിള്ളേർ കൊണ്ടുവരുന്നതൊക്കെ ഞങ്ങളൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഞങ്ങളതിൻ്റെ ടേസ്റ്റ് പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ചിഞ്ചേച്ചി ജോലിക്ക് പോയി കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതുപോലുള്ള മുട്ടായികളും ടോയ്സും ഡ്രസ്സും ഒക്കെ കാണുന്നത്. 6 മാസം 1 വർഷമൊക്കെ കൂടുമ്പോഴായിരിക്കും പുള്ളിക്കാരി ഒരാഴ്ചത്തെയോ ഒരു 2 ആഴ്ചത്തെയോ ഒക്കെ ലീവ് എടുത്ത് വരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ്. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലെത്തും. ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ലാത്ത അത്രത്തോളം സന്തോഷം ഞങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നെത്തിക്കും. ഞങ്ങളെ വളർത്താൻ വേണ്ടി ഞങ്ങളുടെ അമ്മ പല പുരയിടങ്ങളിലും കാട് പുഴുകാൻ പോയിട്ടുണ്ട്, തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്, പശുവിന് പുല്ല് ഇറുത്തിട്ടുണ്ട്, പശുവിൻ്റെ ചാണകം വാരിയിട്ടുണ്ട്, കോഴി കാഷ്ടം എടുത്തിട്ടുണ്ട്, ആടിന് തോലൊടിക്കാൻ പോയിട്ടുണ്ട്. പല പുരയിടങ്ങളിലും പല രീതിയിലും കിളയിലും വെട്ടും കുത്തും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോയിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. അമ്മ കഷ്ടപ്പെടുന്നതിനൊപ്പം ഞങ്ങൾ മക്കൾ 3 പേരും ഒരേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പലർക്കും ഞങ്ങൾ 3 മക്കളും അഹങ്കാരിയും തൻ്റേടികളൊക്കെയാണ്. അമ്മ വളർത്തിയ 3 മക്കൾ അങ്ങനെയല്ലേ ആവൂ എന്ന് പലരും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അമ്മ അത്രത്തോളം പവർഫുൾ ലേഡിയാണ്. 3 മക്കളെ വളർത്തുക, അതും പെൺമക്കളെ ഈ സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല. ഞങ്ങളുടെ അമ്മ അത്രത്തോളം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ആളും അത് കണ്ടാണ് വളർന്നത്. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ എങ്ങനെ ജീവിക്കാമെന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ആ കാലത്താണ്. അത് കണ്ട് വളർന്ന ഞങ്ങൾ 3 മക്കളും അത്രത്തോളം മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആണ്. ഒന്നിനും തളരത്തില്ല. ഞങ്ങളെ അമ്മയല്ലാതെ ഞങ്ങളെ തളർത്താൻ മറ്റാർക്കും പറ്റത്തില്ല. അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മ തന്നെയാണ്. ഏതൊക്കെ സിറ്റുവേഷൻസിൽ എത്രത്തോളം അമ്മ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരി തളർന്നിട്ടില്ല. ഒരു പോയിന്റിലും തളർന്നിട്ടേയില്ല. പോയ പോലെ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അതും ചിരിച്ച മുഖത്തോടെ അല്ലാതെ. അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത സ്റ്റേജിൽ മാത്രമേ പുള്ളിക്കാരി ഞങ്ങൾ കരഞ്ഞു കണ്ടിട്ടുള്ളൂ. അതും പുള്ളിക്കാരി കരയുന്നത് എന്ന് പറഞ്ഞാൽ വിഷമം പറഞ്ഞല്ല കരയുക, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കരയുക. അതായത് എനിക്കിങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അങ്ങനെയല്ല കരയുക. എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്തിട്ടാണ് കരയാറ്. ഈ വീട് എന്ന് പറയുന്നത് എൻ്റെ ഒരു 10-11 വയസ്സിനകത്ത് ഞാൻ കയറി എൻ്റെ 25 വയസ്സ് വരെ ഞാൻ ജീവിച്ച എൻ്റെ സ്വർഗമാണ്. എൻ്റെ ചേച്ചിമാരുടെയും എൻ്റെ അമ്മയുടെയും സ്വർഗമാണ്. അത്രയും വർഷം ഞങ്ങൾ ഇതിനുള്ളിൽ ജീവിച്ച ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളെ ആൾക്കാർ ഒറ്റപ്പെടുത്തിയതും ഞങ്ങൾ ബുദ്ധിമുട്ടിയതും ഞങ്ങളെ പലരും മനഃപൂർവ്വം ബുദ്ധിമുട്ടിച്ചതും ദ്രോഹിച്ചതും എല്ലാം കണ്ടത് ഈ ഒരു വീടാണ്. ഈ വീടിനുള്ളിലെ 4 ചുമരുകൾക്കുള്ളിൽ ഞങ്ങൾ അമ്മയും മക്കളും അത്രത്തോളം അറ്റാച്ച്ഡ് ആൻഡ് കണക്റ്റഡ് ആയിട്ട് ജീവിച്ച വർഷങ്ങളാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 2015 ആയപ്പോൾ ചിഞ്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഒരു 2018 പക്കൂറിൻ്റെ കല്യാണം കഴിഞ്ഞു. 2022 എൻ്റെ കല്യാണം കഴിയുന്നു. ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കണം. ആണൊരുത്തൻ, അച്ഛനായ ഒരുത്തൻ അല്ലെങ്കിൽ ചേട്ടനായ ഒരുത്തൻ വീടിനുള്ളിലുണ്ടെങ്കിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് 3 പെൺമക്കളുടെ വിദ്യാഭ്യാസം. അതും ചെറിയ ലെവലിലുള്ളതല്ല, അത്രത്തോളം ഹൈ ലെവലിലുള്ള വിദ്യാഭ്യാസം തന്ന് ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവിലുള്ള ജോലി നേടിയെടുത്ത് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തി
ഓരോരുത്തരുടെ കയ്യിൽ അന്തസ്സായ രീതിയിൽ കല്യാണം നടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മ അത്രത്തോളം പവർഫുൾ ലേഡിയാണ്. പലർക്കും എന്താ പറയുക, പലർക്കും ഇൻസ്പയർ ആവാൻ പറ്റുന്ന ഒരു ലൈഫാണ് എൻ്റെ അമ്മയുടേത്. ഇത് ഞങ്ങൾ സാധനങ്ങൾ മാറ്റുന്ന വീഡിയോ ആണ്. കുറേയൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. മോന് ഇതിനിടയിൽ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ ഇതേപോലെ നമ്മൾ ഈ സാധനങ്ങൾ മാറ്റുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ ഒരു കൈ വേണമെന്ന് പറയുമല്ലോ. അതായത് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക, അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ലാസ്റ്റ് ടൈമിൽ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. സാധനങ്ങൾ മാറ്റുമ്പോൾ ഒഴിവാക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ജീവിച്ച ആൾക്കാരാണ്. ഞങ്ങൾ പലരും പറയാറുണ്ട്, ഒരു പ്രശ്നം വരുമ്പം ഞങ്ങൾ മൂന്നാളും റിയാക്ട് ചെയ്യാറുണ്ട്. മൂന്നാളും പറഞ്ഞാൽ ഞങ്ങളുടെ പീക്ക് ലെവലിൽ നിന്ന് ഞങ്ങൾ റിയാക്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ, കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. വീട്ടിലല്ല, ഒരാൾ വന്നിട്ട് ചുമ്മാ, അതായത് ഷീജാമ്മക്ക് ഷെഡുണ്ട്, കോഴി ഫാമുണ്ട്, അവിടെ നിന്നൊരു കോഴി എടുത്തു, നീ എന്തിനാ കോഴി എവിടെ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ആരുടെ അനുവാദത്തോടു കൂടി നീ ആ സാധനം അവിടെ നിന്ന് എടുത്തു എന്നുള്ള ചോദ്യത്തിന് ചീത്ത വിളിച്ച് മറുപടി പറഞ്ഞ ഒരുത്തനെ ഞാനും എൻ്റെ ചേച്ചിയും നിഷ്പ്രയാസം നേരിട്ടു. ഞങ്ങൾ ഉപദ്രവിക്കുകയോ അടിക്കുകയോ അങ്ങനെയൊന്നുമല്ല ചെയ്തത്, ഞങ്ങളുടെ നാക്ക് കൊണ്ട് നേരിട്ടു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ശേഷം അതൊരു കേസാക്കിയൊന്നുമില്ല, പോലീസ് സ്റ്റേഷൻ വരെയൊക്കെ പോയി തിരിച്ചു വന്നു. പലർക്കും അതറിയത്തില്ല, പലർക്കും അറിയാം. പലരും പല രീതിയിൽ ആ കാര്യങ്ങളെ വളച്ചൊടിച്ചു. ഞങ്ങൾക്കറിയാം സത്യം എന്താണെന്ന്. അപ്പോൾ ആ സംഭവം നടക്കുന്ന സമയത്ത് പലരും പറഞ്ഞു, അമ്മ വളർത്തിയതല്ലേ ഇങ്ങനെയല്ലേ ആവുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ മക്കളല്ലേ, നിങ്ങളുടെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ, നിങ്ങൾ ഇതുപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞ പല അവന്മാരും അവളുമാരും ഉണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ശരിയാണ്, സത്യമാണ്, ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്. ഒരു രീതിയിലും മുഖത്ത് നോക്കി ചെറ്റവർത്താനം പറയുന്നവരെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അയ്യോ അവരത് പറഞ്ഞു, അല്ലെങ്കിൽ അയ്യോ അവരത് പറയരുതായിരുന്നു, അല്ലെങ്കിൽ അവരത് പറഞ്ഞു പോയില്ലേ എന്നോർത്ത് സങ്കടപ്പെടാനല്ല ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തിയത്. പകരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആര് പ്രവർത്തിക്കുന്നു, ആര് സംസാരിക്കുന്നു, അവിടെ റിയാക്ട് ചെയ്യാനാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചത്. കരഞ്ഞിട്ട് തിരിച്ചു വരാനല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ റിയാക്ട് ചെയ്യുക, പ്രതികരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പ്രതികരിക്കുക, ചെയ്യാൻ പറ്റുന്നിടത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുക, വിശന്ന് വരുന്നവന് ആഹാരം കൊടുക്കുക. അത് മനുഷ്യനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് ജീവിയാണോ തനിക്ക് മുന്നിൽ നിസ്സഹായ അവസ്ഥയിൽ വന്നെത്തുന്നത് അവരെ സഹായിക്കുക. അങ്ങനെ വളർത്തിയതാണ് ഞങ്ങൾ മൂന്നാളെ. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഞങ്ങൾ അഹങ്കാരികളാണ്, തൻ്റേടികളാണ്. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് അഹങ്കാരം തൻ്റെയോടൊക്കെ കയ്യിൽ വേണം. ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ഈ വീട്ടിലെ. അത്രത്തോളം മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് തന്നിട്ടുള്ള ദ ബെസ്റ്റ് ലൈഫ് എന്ന് ഞങ്ങൾക്ക് 4 പേർക്കും പറയാൻ പറ്റുന്ന, ഞങ്ങളുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു വീട്. ഞങ്ങൾ കരഞ്ഞതും ഞങ്ങൾ ചിരിച്ചതും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. എന്തിനേറെ അമ്മയുടെ അമ്മ പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഈ വീട്ടിലാണ്. അങ്ങനെ ഒരുപാട്, എൻ്റെ ബൂബു, ഞങ്ങൾ വളർത്തിയ കുറേ പട്ടി, കോഴി, കിളികൾ, എനിക്കൊരു ഭ്രാന്തുണ്ട്, അതെൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഏത് ജീവിയെ കണ്ടാലും എനിക്കതിനെ വളർത്തണം. അത് പോത്തായിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, കോഴി ആയിക്കോട്ടെ, കിളികളായിട്ടുള്ള എന്തും ആയിക്കോട്ടെ. പൊന്മാനും വേഴാമ്പലിനെയും നമ്മളെ പരുന്തിൻ്റെ ഒരു ചെറിയ സാധനമാണല്ലോ, എനിക്ക് എൻ്റെ പേര് പറയാൻ അറിയത്തില്ല, കോഴിക്കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സാധനമാണ്, അതിനെ വരെ വളർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. 21ാമത്തെ വയസ്സിൽ അന്തസ്സായിട്ടൊരു പോത്തിനെ വളർത്തി വിറ്റ് എൻ്റെ അമ്മയെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 7-8ഓളം ആടുകളെ ഒരേ സമയം വളർത്തി വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ചേച്ചിമാരും അതേപോലെയാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പശുവിന് പുല്ലറുക്കാനും ആടിന് തോലൊടിക്കാനും ഞങ്ങൾ പോയിട്ടുണ്ട്. കോഴി ഫാമിൽ വേസ്റ്റ് എടുക്കാനും, കോഴിക്ക് തീറ്റ കൊടുക്കാനും, ഷെഡ് ഇറക്കാനും, പൊടിയിടാനും, കോഴിയെ പിടിക്കാനും, കോഴിയെ ഇറക്കാനും, അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഞങ്ങളുടെ അമ്മയോടൊപ്പം ചെയ്യാത്ത പണികളില്ല. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടുള്ള സമയമാണ് ആ വീടിനുള്ളിൽ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യത്തെപ്പറ്റി ശരിക്കും ഞങ്ങൾ ഇറങ്ങുന്ന ലാസ്റ്റ് മൊമെൻറ്റ് വരെയും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്.
അതുവരെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നീട് ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്ന ഒരു ആൾ എത്രത്തോളം ബോൾഡാണെന്നും പുള്ളിക്കാരി എത്രത്തോളം സഹിച്ചു, അല്ലെങ്കിൽ പുള്ളിക്കാരി എത്രത്തോളം കാര്യങ്ങൾ ഫേസ് ചെയ്തു, പുള്ളിക്കാരി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാനൊരമ്മയായപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് ഒരു മോനാണുള്ളത്. അവനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടുന്ന ഇത് എത്രത്തോളം ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 3 പെൺമക്കളെ വെച്ചിട്ട് ഞങ്ങളുടെ അമ്മ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു കുടുംബം എന്നുള്ളതിലേക്ക് മാറിയപ്പോൾ എന്തൊക്കെ ചിലവുകൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എൻ്റെ അമ്മ എത്രത്തോളം ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റല്ല അമ്മ ബസ്സിന് പൈസ, അമ്മ ട്യൂഷൻ ഫീസ്, അമ്മ ബസ് ഫീസ്, അമ്മ കോളേജ് ടൂർ ഫീസ്, അമ്മ കോളേജ് ഫീസ്, ഇങ്ങനെ കൈ നീട്ടി നിൽക്കുന്ന സമയത്ത് അമ്മ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ആ ടൈമിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അറ്റ് ദിസ് മൊമെൻറ്റ് ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട്, എങ്ങനെ എത്രത്തോളം എന്നുള്ളത്. ആസ് എ പാരൻറ്റ് എനിക്ക് ഇക്കച്ചി ഒപ്പം ഉണ്ടെങ്കിൽ പോലും മോനെ പല സിറ്റുവേഷൻസിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പല മൊമെൻറ്റ്സിലും അത്രത്തോളം വീക്കായി പോകുന്ന ടൈമിൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആസ് എ സിംഗിൾ മദർ, ആസ് എ സിംഗിൾ പാരൻറ്റ് എൻ്റെ അമ്മ എങ്ങനെയൊക്കെ ഇത് ഹാൻഡിൽ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രത്തോളം വലിയൊരു സത്യമാണ് അമ്മ എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ എനിക്കത് പറയാനറിയാവുള്ളൂ. നമ്മുടെ ഫസ്റ്റ് പീരിയഡ്സ്, നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഡേയ്സ്, പിന്നെ ഇതുപോലെ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മേനെ അവിടെ വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങും. എൻ്റെ അമ്മ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ലേ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അമ്മ ഇസ് ദ ബെസ്റ്റ്. അമ്മയാണെല്ലാം. അമ്മയോളം വലുതല്ല ഒന്നും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് വലുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ ഉണ്ടായിട്ടുള്ളൂ. പലരും പല രീതിയിലും തഴഞ്ഞപ്പോഴും ദ്രോഹിച്ചപ്പോഴും നോവിച്ചപ്പോഴും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അവസാനമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒത്തിരി മെമ്മറീസും കൊണ്ടാണ് ഇറങ്ങുന്നത്. ഒത്തിരി 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 നല്ല മെമ്മറീസ് ആയാലും മോശം മെമ്മറീസ് ആയാലും അതും കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ദ ബെസ്റ്റ് പാർട്ട് ഇൻ മൈ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതെൻ്റെ അമ്മയാണ്. എപ്പോഴും അതെൻ്റെ അമ്മയാണ്. ചുമ്മാ പറയുന്നതല്ല, ഇത് ഞങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ എടുത്ത വീഡിയോ. അവസാനമായിട്ട് ഞാൻ ആ വീട്ടിലൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇന്ന് പൂട്ടി ഇറങ്ങുന്ന ടൈമിൽ ഗേറ്റ് അടയ്ക്കുന്നതും ഡോറ് പൂട്ടുന്നതും ഞാനാണ്. അതെപ്പോഴും അങ്ങനെയാണ്, എവിടെ പോകാൻ ഇറങ്ങിയാലും. അവസാന ദിവസം ഇറങ്ങിയപ്പോഴും ഗേറ്റ് അടച്ചതും കഥവ് പൂട്ടിയതും ഒക്കെയും ഞാനാണ്. അമ്മ ഇസ് ദ ബെസ്റ്റ്, ദ ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ 4 വഴിക്കാണ്. അതായത് അമ്മ ഒരു വഴി, മൂത്ത ചേച്ചി എറണാകുളത്തേക്ക് ഒരു വഴി, ഞാൻ വെഞ്ഞാറമൂടത്തേക്ക് വേറൊരു വഴി, രണ്ടാമത്തെ ചേച്ചി സൊസൈറ്റി മുക്കിലത്തേക്ക് വേറൊരു വഴി. അങ്ങനെ ഞങ്ങൾ 4 വഴിക്കാണ്. പക്ഷേ എല്ലാവരുടെ ലൈഫിലും ഒരു റോൾ മോഡൽ എന്നുള്ളൊരു സാധനം ഉണ്ടാവും. പലർക്കും അത് അച്ഛനായിരിക്കും, പലർക്കും അത് അമ്മയായിരിക്കും, ചേട്ടനായിരിക്കും, അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ആയിരിക്കും, അങ്കിളായിരിക്കും. ഞങ്ങൾക്ക് 4 പേർക്ക്, ഞങ്ങൾ 4 പേരടങ്ങുന്ന ആ ഒരു ലൈഫിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപക്ഷെ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന 3 പേർക്കും ഞങ്ങളുടെ പിള്ളേർക്കടക്കം റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഷീ ഈസ് ദ ബെസ്റ്റ് അമ്മ ഇൻ ദ വേൾഡ് എന്ന് ഞാൻ പറയും. ഇന്നത്തെ സമൂഹത്തിൽ മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടിയിട്ട് കൊന്നു കളയുന്ന, വഴിയിൽ ഉപേക്ഷിക്കുന്ന, മറ്റുള്ളവർക്ക് വിൽക്കുന്ന ആ ടൈപ്പ് ഓഫ് അമ്മമാരുടെ ഇടയിൽ 25 വർഷം മുന്നേ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് ലൈഫിൽ മുന്നോട്ട് വരേണ്ടി വന്ന ഘട്ടത്തിൽ 3 പെൺമക്കളെ വെച്ച് എൻ്റെ അമ്മ ഈ 2025 അവസാനിക്കുന്ന ഘട്ടത്തിൽ നിൽക്കുമ്പം ദ ബെസ്റ്റ് അമ്മ എന്നല്ലാതെ ഞാൻ പിന്നെ എന്താണ് പുള്ളിക്കാരി വിശേഷിപ്പിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ലൈഫിൽ നമ്മൾ തിരിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ അത് ഒരു 2011 മുതൽ
2014 വരെയാണെന്ന് ഞാൻ പറയും. എൻ്റെ 11ാമത്തെ വയസ്സ് മുതൽ 14ാമത്തെ വയസ്സ് വരെ. ആ സമയത്ത് ഞങ്ങളുടെ ലൈഫ് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. ആ സമയത്ത് ഞങ്ങളുടെ സന്തോഷം ഒരിക്കലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. അമ്മ, ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും പലർക്കും അതിശയം ഉണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് അടക്കം അതിശയം ഉണ്ടാവുന്നൊരു സംഭവമാണ്. നേരിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നേരിട്ട് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഇപ്പോൾ പറയാണ്, അത്രത്തോളം ബോൾഡായിട്ടുള്ള, അത്രത്തോളം ബ്രേവ് ആയിട്ടുള്ള ഒരമ്മ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഞാൻ വേറെ കണ്ടിട്ടില്ല. നമ്മൾ കേട്ട് വന്ന കഥകളിലൊക്കെയുള്ള വീരസാഹസിക കഥകൾ ചെയ്ത സ്ത്രീകളെക്കാൾ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഓരോ വീട്ടിലെയും ഓരോ അമ്മമാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ അമ്മയെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞൊരു വീഡിയോയാണ്. വീടിനെക്കുറിച്ച് പറയണം, പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയണം, അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ വീട്ടിനകത്തുണ്ടായ സന്തോഷങ്ങളെക്കുറിച്ച് പറയണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഈ വോയിസ് കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ സംസാരങ്ങൾ മുഴുവൻ എത്തി നിന്നത് എൻ്റെ അമ്മയിലാണ്. കാരണം ഞങ്ങൾക്ക് ചുറ്റും പുള്ളിക്കാരി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് അമ്മയുടെ അടുത്ത് മാത്രമാണ്. സോ ഷീസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. വി ലവ് യു അമ്മ, വി ലവ് യു ഓൾവേസ്. ഞങ്ങളെല്ലാ സാഹചര്യങ്ങളിലും, ഏത് നല്ല സമയത്തായാലും ചീത്ത സമയത്തായാലും ഏത് സമയത്തായാലും ഞങ്ങളൊപ്പം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ അമ്മയെ താഴ്ത്തുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മയെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. അമ്മ ചെയ്യുന്ന ബിസിനസ്സിലായാലും, അമ്മ നടക്കുന്ന നാട്ടിലായാലും, അമ്മ താമസിക്കുന്നിടത്തായാലും പറയുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. നിങ്ങൾക്കൊന്നും പറ്റത്തില്ലടോ, എൻ്റെ അമ്മയെപ്പോലെ ഇത്രത്തോളം സ്ട്രോങ് ആവാൻ നിങ്ങളെ കൊണ്ടൊന്നും ഒക്കത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ വായിട്ടലയ്ക്കുന്നതും നാവിട്ടടിക്കുന്നതും വെറുതെയാണ്. ഞങ്ങളുടെ അമ്മ അത്രത്തോളം ബോൾഡാണ്. ആർക്കും പിടിച്ച് കുലുക്കാൻ പറ്റത്തില്ല, ആർക്കും ഒരു രീതിയിലും തളർത്താൻ പറ്റത്തില്ല. അത് ചിന്തിച്ചിട്ട് വേണം ഷാജി ബീഗം എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾ ഓരോ വാക്കും പറയാൻ, ഓരോ രീതിയിലും സംസാരിക്കാൻ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം, എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യും. കാരണം ഞാൻ ഷാജി ബീഗത്തിൻ്റെ മകളാണ്, അഹങ്കാരിയാണ്, തൻ്റേടിയാണ്, അമ്മ വളർത്തി വിട്ട മോളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു ഗൈസ്.